മറ്റേ എസ് വി ന്യൂസിലേക്ക് സ്വാഗതം. മലയാളത്തിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന 4 ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു വരാം. മഞ്ഞുമ്മൽ ബോയ്സ്, പ്രേമലു, ഭ്രമയുഗം, അന്വേഷിപ്പിൻ കണ്ടെത്തും. ഈ 4 ചിത്രങ്ങളാണ് ഇന്ന് കേരള തിയേറ്ററുകൾ അരങ്ങ് വാഴുന്നത്. അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ആദ്യം പ്രേമലുവിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു ചെല്ലാം. പ്രേമലു ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ച പിന്നിടുന്നു. ഒന്നല്ല 2 ആഴ്ചകൾ പിന്നിടുന്നു. അതായത് സിനിമ 18 ദിവസമാകുന്നു. 18ാമത്തെ ദിവസം സിനിമ തിങ്കളാഴ്ചയാണ്. സ്വാഭാവികമായും ഒരു ഇടിവുണ്ടാവുന്ന ദിവസം തന്നെയാണ്. ഇന്നലെ ഏകദേശം ട്രാക്ഡ് കളക്ഷൻസ് മാത്രം സിനിമയ്ക്ക് വന്നത് 2 കോടിയോളമായിരുന്നു. അതായത് 2.5 കോടിക്ക് മുകളിലാണ് സിനിമയുടെ ഇന്നലത്തെയും കളക്ഷൻ. ഇന്ന് ശരിക്കും വലിയൊരു ഇടിവെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാ സിനിമകൾക്കും അങ്ങനെ തന്നെ ഒരു കാര്യമാണ് വന്നിരിക്കുന്നത്. അതായത് 56 ലക്ഷത്തോളം രൂപയാണ് സിനിമയ്ക്ക് ഇന്നത്തെ ട്രാക്ഡ് കളക്ഷൻസ് വന്നിരിക്കുന്നത്. അതായത് ഒരു 75 ലക്ഷം രൂപയോളമാണ് എന്നുള്ളത്. അതായത് ഈ ഒരു സിനിമ ആദ്യമായിട്ടാണ് 1 കോടിക്ക് താഴെ പോകുന്നത്. ഇതിനോടകം തന്നെ 65 കോടിയിലേക്ക് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്തത് നമുക്ക് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ചിത്രത്തിൻ്റെ കളക്ഷനിലേക്ക് പോകാം. മികച്ച ഒരു ചിത്രം തന്നെയായിരുന്നു ഡാർവിൻ കുര്യാക്കോസ് സംവിധാനം ചെയ്ത ടോവിനോയുടെ ഈ ഒരു ചിത്രം. പക്ഷേ ഇത്ര വലിയ സിനിമകൾക്കിടയിൽ വന്നപ്പോൾ അതിനൊരു പരിങ്ങൽ വരേണ്ടി വന്നു എന്നുള്ളതാണ്. ഒരു കാര്യവശാലും ഇങ്ങനെ സിനിമകൾ ഒരുമിച്ച് ഇറക്കുന്നത് സിനിമ വ്യവസായത്തിന് നല്ലതല്ല എന്നുള്ളതാണ്. കാരണം 5ഓളം സിനിമകളാണ് നല്ല സിനിമ എന്നുള്ള പേരിൽ വരികയും ഇതിൽ 4 നല്ല ലെവലിലുള്ള വിജയം നേടുകയും 1 ആവറേജ് വിജയം നേടുകയും ചെയ്തു ഫെബ്രുവരി മാസത്തിൽ. ഇതെല്ലാം കുറച്ച് നീട്ടി ഒരു 15 ദിവസത്തെ ഗ്യാപ്പിൽ വന്നിരുന്നെങ്കിൽ ഈ എല്ലാ സിനിമയ്ക്കും മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ നേടിയാണ്. പക്ഷേ ക്വാളിറ്റി വൈസ് എല്ലാ സിനിമയും മികച്ചത് തന്നെയായിരുന്നു. അന്വേഷിപ്പിൻ കണ്ടെത്തും 18ാം ദിവസം എത്തുമ്പോൾ ഇന്നത്തെ കളക്ഷൻ വെറും 2 ലക്ഷം രൂപ മാത്രം. അതായത് ഏകദേശം 4 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ ഇന്നത്തെ മൊത്തമായിട്ടുള്ള കളക്ഷൻ. ഇന്നലെ ഏകദേശം 10 ലക്ഷം രൂപയ്ക്ക് അടുത്തായിരുന്നു. അതായത് ഏകദേശം 18-20 ലക്ഷം രൂപയായിരുന്നു ഇന്നലെ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞെങ്കിൽ വലിയ ഒരു ഇടിവ് തന്നെയാണ്. അതായത് ആ 20 ലക്ഷത്തിൽ നിന്ന് 4 ലക്ഷം രൂപയിലേക്ക് വരുമ്പോൾ ഇടിവ്. ഇതിനോടകം തന്നെ സിനിമ കേരളത്തിൽ നിന്നും വേൾഡ് വൈഡ് ആയിട്ടും ഏകദേശം 18-20 കോടി റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇനി നമുക്ക് ഭ്രമയുഗത്തിൻ്റെ കളക്ഷനിലെ റിപ്പോർട്ടുകളിലേക്ക് പോകാം. ഇവിടെ ഭ്രമയുഗം വരുമ്പോൾ ഒരു കാര്യം എടുത്തു പറയാം. കഴിഞ്ഞ ദിവസമാണ് സിനിമ 50 കോടി ക്ലബിൽ കയറിയത്. ഒപ്പം മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച സിനിമ എന്ന പേരും ഈ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. മലയാള സിനിമയുടെ ചരിത്രത്തിലെ മികച്ച സിനിമകളുടെ കൂടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു ഈ സിനിമ എന്നുള്ളതാണ്. ഇതിൽ എത്ര വലിയ ഹേറ്റേഴ്സ് വന്നാലും അവരൊരു കാര്യം അംഗീകരിക്കുന്നുണ്ട്. മികച്ച സിനിമയാണ്. മമ്മൂട്ടിയുടെ പെർഫോമൻസ് അതിഗംഭീരമാണ്. മമ്മൂട്ടിയുടെ മാത്രമല്ല അവർ പറയുന്നത്, മമ്മൂട്ടിക്കൊപ്പം ബാക്കി 2 പേരും അർജുൻ അശോകനും അതേപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതനും മികച്ച രീതിയിൽ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അതായത് കട്ടയ്ക്ക് തന്നെ നിന്നിട്ടുള്ള ഒരു അഭിനയമാണ്. ഇന്നലെ ഏകദേശം സിനിമയ്ക്ക് 1 കോടിയായിരുന്നു ട്രാക്ഡ് കളക്ഷൻസ്. അതായത് ഒരു 1.5 കോടിക്ക് മുകളിലായിരുന്നു സിനിമയുടെ മൊത്തം കളക്ഷൻ വന്നെങ്കിൽ ഇന്ന് ഗംഭീരമായിട്ടുള്ളൊരു ഇടിവ് തന്നെയാണ്. ഇതുവരെ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 24 ലക്ഷം രൂപ മാത്രമാണ്. അതായത് ഒരു 30-35 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ഇന്നത്തെ കളക്ഷൻ വന്നിരിക്കുന്നത്. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഈ പറഞ്ഞ എല്ലാ സിനിമയ്ക്കും നല്ല ലെവലിലുള്ള ഒരു ഇടിവ് വന്നിട്ടുണ്ട്. ഇതിനോടകം തന്നെ നമ്മൾ അറിയാം 50 കോടിക്ക് മുകളിൽ സിനിമയുടെ കളക്ഷൻ വന്നു. ഒപ്പം റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ബുക്കിങ്ങും കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും മികച്ച ഒരു അഭിപ്രായം നേടി മുന്നോട്ട് പോകുന്ന ഒരു സിനിമയാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനിയും നമ്മൾ കാത്തിരിക്കുന്നത് ഏവരെയും ഇഷ്ടപ്പെട്ട ഇപ്പോൾ നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മറ്റൊരു സിനിമ. അതായത് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ. മഞ്ഞുമ്മൽ ബോയ്സ് ഇറങ്ങിയിട്ട് 5 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഇത് 2018 കവർ ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. കാരണം അമ്മാതിരി ഒരു രീതിയിലാണ് ആളുകൾ ഈ സിനിമയെ കാണുന്നത്. സിനിമയ്ക്ക് ഇന്നലെ ഏകദേശം ഉണ്ടായിരുന്നത് 3.5 കോടിയോളമായിരുന്നു ഇതിൻ്റെ ട്രാക്ഡ് കളക്ഷൻസ് ഞായറാഴ്ച വന്നത്. അതായത് 4 കോടിക്ക് അടുത്താണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസ് കൂട്ടി വരുമ്പോഴത്തേക്ക് മൊത്തമായി വരുന്നത്. സിനിമ ഇതിനോടകം തന്നെ ഒരു ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. വേൾഡ് വൈഡ് ആയിട്ട് ഓരോ ദിവസവും സിനിമ 8-10 കോടിക്ക് മുകളിലാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രൊമോഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ സിനിമ മുന്നേറുമ്പോൾ ഇന്ന് തിങ്കളാഴ്ച വലിയ രീതിയിലുള്ള ഇടിവ് തന്നെയാണ് സിനിമയ്ക്ക് ഉണ്ടാകുന്നത്. പക്ഷേ ബാക്കിയുള്ള സിനിമകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയ ഇടിവൊന്നുമില്ല. പക്ഷേ സിനിമയുടെ ഇന്നലത്തെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായി ഇന്നലെ കണ്ട അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറഞ്ഞ എല്ലാ സിനിമകളെയും പോലെ തന്നെ 1,17 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ഇതുവരെയുള്ള ട്രാക്ഡ് കളക്ഷൻസ് വന്നത്. അതായത് 1.5 കോടിക്ക് മുകളിലാണ് ഇന്ന് സിനിമയ്ക്കുള്ളത് എന്നുള്ളതാണ്. പക്ഷേ അതൊരു ഇടിവാണ്. ആ ഇടിവ് വലിയ കാര്യമാക്കുന്നില്ല. കാരണം അവധി ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ള വർക്കിംഗ് ഡേ വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ്. ഇനിയും ചൊവ്വാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇനിയും കളക്ഷൻ കൂടുന്നതായിരിക്കും. അപ്പം ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് 2018 കവർ ചെയ്യുന്ന മറ്റൊരു സിനിമയായി വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. താങ്ക് യു ബ്രോസ്.